ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു പോളിസി എങ്ങനെ ചൂസ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആവശ്യമുള്ളവർക്ക് അത് കാണാം. ഇനി ഒരു പോളിസിയിൽ സെലക്ട് ചെയ്തതിന് ശേഷം അത് പർച്ചേസ് ചെയ്യാനായിട്ട് ഒരുങ്ങുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിന് പർച്ചേസ് ചെയ്തതിന് ശേഷവും എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആദ്യമായി നമ്മളൊരു പോളിസി സെലക്ട് ചെയ്തു, നമ്മളൊരു പ്ലാനും കമ്പനിയൊക്കെ തിരഞ്ഞെടുത്തു, ഇന്ന പോളിസിയാണ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി നമ്മളതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് വെയിറ്റിംഗ് പീരീഡുകളെ കുറിച്ചാണ്. ഒന്നാമതായിട്ട് നമുക്ക് ഏതൊരു പോളിസി എടുത്താലും ആദ്യത്തെ 30 ദിവസം എമർജൻസി കേസുകൾ, അതായത് ആക്സിഡൻ്റൽ കേസുകൾ മാത്രമാണ് പരിരക്ഷ ലഭിക്കുക. 30 ദിവസത്തിന് ശേഷമാണ് സാധാരണ നിലയിൽ ഒട്ടുമിക്ക പോളിസികളിലും അസുഖങ്ങൾ മൂലമുള്ള ഹോസ്പിറ്റൽ ബില്ല് കവറേജ് കിട്ടി തുടങ്ങുക. അതുകൂടാതെ 2 വർഷം ഒട്ടുമിക്ക പോളിസികളിലും സ്പെസിഫിക് ഡിസീസിന് 2 വർഷത്തെ ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. നമുക്കറിയാം, അക്യൂട്ട് ഡിസീസ് അല്ലാത്ത, പെട്ടെന്ന് നമ്മളെ കീഴ്പ്പെടുത്തി കളയാത്ത തരത്തിലുള്ള സ്ലോ ഗ്രോയിങ് ആയിട്ടുള്ള അസുഖങ്ങളാണ് അതിലുള്ളത്. പിന്നെ അവയവ മാറ്റവും ഈ ഒരു കൂട്ടത്തിൽ വരുന്നുണ്ട്. ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഈ ഒരു സംഭവമാണ്, വെയിറ്റിംഗ് പീരീഡ് ഉള്ളൊരു കൂട്ടത്തിലുണ്ട്. നമുക്ക് തിമിരം, അതുപോലെ തന്നെ തൈറോയിഡ് ഇഷ്യൂസ്, വെരിക്കോസ് വെയിൻ, പൈൽസ്, ഹെർണിയ, ഇങ്ങനെ ഒരുപാട് അസുഖങ്ങളുണ്ട്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ലിസ്റ്റ് ഓരോ പ്രോഡക്റ്റിൻ്റെയും പ്രോസ്പെക്ടസിൽ സാധാരണ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കി അറിയാം. ഓൾമോസ്റ്റ് കോമൺ ആണ് ഈ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പം ഇതിന് നമുക്ക് 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അതുപോലെ തന്നെ നിലവിൽ എന്തെങ്കിലും രോഗങ്ങൾ നമുക്കുണ്ടെങ്കിൽ അതിനും വെയിറ്റിംഗ് പീരീഡ് വരാറുണ്ട്. അത് പല പോളിസികളിലും ഡിഫറൻ്റ് ആണ്. ചില പോളിസികൾ 2 വർഷമായിരിക്കാം, ചിലതിൽ 3, ചിലതിൽ 4, അങ്ങനെയാണ്. ചില പോളിസികളിൽ ഇത് ബൈബാക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇപ്പോൾ പുതിയതായി പുറത്തിറങ്ങുന്ന പല പോളിസികളിലും BP, ഷുഗർ എന്നീ രോഗങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് ഇല്ലാതെ പോളിസി എടുക്കാനുള്ള ഒരു സാഹചര്യവും ഇന്നുണ്ട്. അത് കമ്പനിയുടെ അണ്ടർ റൈറ്റിംഗിൽ വിധേയമായിട്ട് കമ്പനിയാണ് ഫൈനലി തീരുമാനം എടുക്കുക. എങ്കിലും ഇന്ന് ആ ഒരു ഫെസിലിറ്റി നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾക്ക് എന്താണോ കമ്പനി ഓഫർ ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇത് അറിഞ്ഞിരിക്കേണ്ട പ്രധാന ആവശ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ പുതിയൊരു പോളിസി പർച്ചേസ് ചെയ്ത ഒരു വ്യക്തി ഈ 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡിനെ കുറിച്ച് അറിയാതിരിക്കുകയും അദ്ദേഹത്തിന് 1 വർഷം കഴിയുമ്പോഴോ അല്ലെങ്കിൽ 2 വർഷത്തിന് മുമ്പ് എപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള ഒരു അസുഖവുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ട ഒരു സാഹചര്യം വന്നാൽ ആ സമയത്ത് നമ്മൾക്കിത് അറിയുമെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല, നമുക്കറിയാം അത് നമുക്ക് കിട്ടാത്ത കാര്യമാണെന്നുള്ളത്. അതേസമയം നമ്മൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി പിന്നീട് കിട്ടാതെ വരുമ്പോൾ അത് നമുക്ക് വലിയ നിരാശ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് പ്രോപ്പറായിട്ട് അറിഞ്ഞതിന് ശേഷം മാത്രം പോളിസി എടുക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകമായിട്ട് ഒരു കാര്യം കൂടി മനസ്സിലാക്കി വയ്ക്കുക. നമ്മുടെ എക്സിസ്റ്റിംഗ് ഡിസീസ്, അതായത് നിലവിലുള്ള രോഗങ്ങളുടെ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ നിലവിലുള്ള രോഗവും അതിൻ്റെ ഡയറക്റ്റ് കോംപ്ലിക്കേഷനും ഇതിൻ്റെ വെയിറ്റിംഗ് പീരീഡിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് BP ഉള്ള ഒരു വ്യക്തി പോളിസി എടുത്തു, അദ്ദേഹത്തിന് 3 വർഷം വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. നാളെ അദ്ദേഹത്തിന് BP മൂലം ഒരു സ്ട്രോക്ക് ഉണ്ടായാൽ അത് ഈ പറയുന്ന വെയിറ്റിംഗ് പീരീഡിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നമ്മൾ മനസ്സിലാക്കി വെക്കുകയും വേണം. ഇനി പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, പോളിസി എടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം നമ്മളിവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതായത് ഒരു കമ്പനി നമ്മൾക്ക് എന്ത് തരുന്നു, അതിലെന്തെല്ലാം വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടി എന്ന് പറഞ്ഞാൽ, കമ്പനി എന്തെല്ലാം നമുക്ക് തരുന്നില്ല, എക്സ്ക്ലൂഷൻസ് എന്തെല്ലാമാണ്, ഇതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത് ഓരോ പോളിസിയിലും അതിൻ്റെതായ എക്സ്ക്ലൂഷൻസ് ഉണ്ട്, ജനറൽ എക്സ്ക്ലൂഷൻസ് ഉണ്ട്. പിന്നെ ഓരോ പോളിസിയിലും സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് കവർ ചെയ്യാത്ത സംഭവങ്ങളുണ്ടാകാം. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം നിങ്ങളുടെ ഏജന്റിനോട് പ്രത്യേകം ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം പോളിസി എടുക്കുക. എപ്പോഴും പോളിസി എടുക്കുമ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർ സർവീസ് തരുന്ന ഒരു സർവീസ് കിട്ടുന്ന ഒരു ഇടത്തിൽ നിന്ന് തന്നെ പോളിസി എടുക്കാൻ ശ്രദ്ധിക്കുക. നാളെ ഏതെങ്കിലും തരത്തിലുള്ള ഹോസ്പിറ്റൽ കേസ് വരികയോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങളോ വരുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളോട് അനുഭാവപൂർവ്വം നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരു സർവീസ് കിട്ടുന്ന ഒരിടത്തു നിന്ന് വേണം നമ്മൾ പോളിസി എടുക്കാനായിട്ട്. ഇനി നമ്മൾ പോളിസി എടുക്കുമ്പോൾ കമ്പനിയുടെ ഭാഗത്തു നിന്ന് അറിയാനുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞു. നമുക്ക് എന്താണ് എക്സ്ക്ലൂഷൻ അറിഞ്ഞു, വെയിറ്റിംഗ് പീരീഡ് അറിഞ്ഞു, പോളിസീൻ്റെ ബെനിഫിറ്റുകൾ അറിഞ്ഞു. ഇനി നമ്മളുടെ കാര്യങ്ങൾ, അതായത് നമ്മുടെ ഡീറ്റെയിൽ കൃത്യമായി പറയുക എന്നുള്ളതാണ്. നമ്മളുടെ വ്യക്തിഗത വിവരങ്ങൾ നമ്മൾ ഓൾറെഡി പ്രൊപ്പോസൽ ഫോം ഫിൽ ചെയ്യാനായിട്ട് നമുക്ക് കൊടുക്കേണ്ടി വരും. അത് കൊടുക്കുക. അതിനേക്കാൾ പ്രധാനമെന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് ഡിക്ലറേഷനാണ്. നമുക്ക് നിലവിലുള്ള രോഗങ്ങൾ, എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അത്, മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ള എന്തെങ്കിലും സർജറികളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മേജറായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ, ഹേർട്ട് സംബന്ധമായതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമ്മൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ചില സാഹചര്യങ്ങൾ നമുക്ക് ഇപ്പോൾ ഒരു സാഹചര്യം പറയാം. ഏതെങ്കിലും ഒരു സാഹചര്യം നമ്മൾ ഏതെങ്കിലും ഒരു ടെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്തു, ഒരു ചെറിയൊരു ടെസ്റ്റ്. അപ്പം അവിടെ എന്തെങ്കിലും ചെറിയൊരു വേരിയേഷൻ കണ്ടിട്ട് ഡോക്ടർ നമ്മളോട് പറയുകയാണ്, ഇവിടെ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്, നിങ്ങൾ പറ്റുവാണെങ്കിൽ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പം ഇന്ന ഒരു ടെസ്റ്റും കൂടി ഒന്ന് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിന് മുമ്പ് തീർച്ചയായും ആ ടെസ്റ്റ് ചെയ്തിരിക്കണം.
അത് ചെയ്യാതെ നമ്മൾ പോളിസി എടുക്കുകയും പിന്നീട് അതുമായി ബന്ധപ്പെട്ട് ഒരു അസുഖം നമുക്ക് സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഈ മുന്നത്തെ ഈ ഒരു റിപ്പോർട്ട് ഇവിടെ ആ ഇൻഷുറൻസ് കമ്പനിക്ക് കിട്ടിയാൽ നമുക്ക് ക്ലെയിം റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം ഓൾറെഡി ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണം എന്നുള്ളത്. നമ്മളത് ഇഗ്നോർ ചെയ്തതാണ്, നമ്മളതിനെ അവഗണിച്ച് നമ്മളത് ചെയ്യാത്തത് മൂലമാണ് അന്ന് നമ്മൾ രോഗം നിർണ്ണയിക്കപ്പെടാതെ പോയത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടെങ്കിൽ അതും കൂടി നമ്മൾ വെരിഫൈ ചെയ്തതിന് ശേഷം വേണം പോളിസി എടുക്കാനായിട്ട്. കൃത്യമായ വിവരങ്ങൾ നമ്മൾ കമ്പനിയെ അറിയിക്കുകയാണെങ്കിൽ നാളെ ഒരു ക്ലെയിം വരുന്ന സമയത്ത് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചോദ്യങ്ങളോ പ്രശ്നങ്ങളോ കമ്പനിയിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഓൾറെഡി അവിടെ നോട്ടഡ് ആണ്. അതല്ലെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നേക്കാം. ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നമ്മൾ ഇത്തരത്തിലുള്ള എല്ലാ ഇൻഫർമേഷനും കൊടുത്തു കഴിഞ്ഞു. നമ്മൾ അതിന് ശേഷം ഒരു പോളിസി പർച്ചേസ് ചെയ്യുകയാണ്. പർച്ചേസ് ചെയ്തു, നമ്മളുടെ കവറേജ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ അങ്ങനെയുള്ള ഒരു പൊസിഷനിൽ നമ്മൾ പിന്നീട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇതാണ് നമുക്ക് ഇനി അടുത്തതായിട്ട് നോക്കാനുള്ളത്. പ്രധാനമായിട്ടും നമ്മുടെ പോളിസീൻ്റെ ബെനിഫിറ്റും കാര്യങ്ങളും നമ്മൾ ഓർമ്മയിൽ വയ്ക്കുക. നമ്മളുടെ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാർഡ് അതെപ്പോഴും നമ്മുടെ കയ്യിലും നമ്മളുടെ തൊട്ടടുത്ത ആളുകളുടെ കയ്യിൽ, അതായത് ഇപ്പോൾ ഒരു ഫാമിലി മെമ്പർ ആണെങ്കിൽ ആ എല്ലാ മെമ്പേഴ്സിൻ്റെ കയ്യിലും ഈ ഒരു കാർഡ് ഉണ്ടായിരിക്കുക. ഇന്ന് സോഫ്റ്റ് കോപ്പിയാണ് ഉണ്ടാവുക, എല്ലാവരുടെയും മൊബൈലിൽ സൂക്ഷിച്ചു വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് എല്ലാ ആളുകളുടെ കയ്യിലും ഉണ്ടായിരിക്കുക എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ്. നാളെ ഒരു സാഹചര്യത്തിൽ ഇത് ആർക്കാണ് ആവശ്യം വരിക അല്ലെങ്കിൽ ആർക്കാണ് ഇത് കാണിക്കാൻ പറ്റുക എന്നുള്ളത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് എല്ലാവരും കരുതി വയ്ക്കുന്നത് നല്ലതാണ്. അതുകൂടാതെ നമുക്ക് എന്ത് ഹോസ്പിറ്റൽ സംബന്ധമായ എന്ത് ആവശ്യം വന്നാലും, ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ചെറിയൊരു പനിയായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യമായിട്ടോ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമ്മളുടെ പേര്, നമ്മളുടെ അഡ്രസ്സും കൃത്യമായി തന്നെ ഹോസ്പിറ്റലിൽ പറയുക. അതേ കൃത്യമായ പേരിൽ തന്നെ ബില്ല് മേടിക്കാൻ ശ്രമിക്കുക. ആ ബില്ലിൽ എപ്പോഴും പെയ്ഡ് എന്നുള്ള ഒരു സീലോട് കൂടിയിട്ട് തന്നെ നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുക. ചിലപ്പോൾ OP ആയിരിക്കും നമ്മൾ കാണിക്കുന്നത്, നമ്മുടെ പോളിസി ഒരുപക്ഷെ നമ്മൾ OP കവർ ചെയ്യുന്നില്ലായിരിക്കും. എങ്കിൽ പോലും നമ്മൾ ഈ ബില്ലും അതുപോലെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബില്ലും റിസൾട്ടും എല്ലാം നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം. ഏത് ഹോസ്പിറ്റലിൽ പോകുന്ന കേസിലും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനും നമ്മൾ എപ്പോഴും ഒപ്പം കരുതിയിരിക്കണം. ഇതെല്ലാം എപ്പോഴും ഒരു ഫയൽ ചെയ്ത് വയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഒരു പക്ഷേ ഇതേ അസുഖത്തിന് നമുക്ക് തുടർച്ചയായിട്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ പിന്നീട് അഡ്മിറ്റ് ആവേണ്ടി വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യം വരുമ്പോൾ നമുക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ബില്ലുകൾ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും, റീഇംബേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും അത് തന്നെയല്ല, ട്രീറ്റ്മെൻറ്റ് റെക്കോർഡുകളൊക്കെ കാണിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ വന്നേക്കാം. അപ്പോഴും ഇത് നമ്മുടെ കയ്യിലുണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് റെക്കോർഡ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതാണ്. ഇനി അടുത്തതായിട്ട് ട്രീറ്റ്മെൻറ്റ് റെക്കോർഡ് കീപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി പറയാവുന്ന ഒരു കാര്യമാണ്, എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾക്ക് എന്ത് അസുഖങ്ങളാണെങ്കിലും എന്ത് ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും നമ്മൾ ആദ്യം റെക്കോർഡിക്കലി ആയിരിക്കണം ഇത് ചെയ്യേണ്ടത്. ഇത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഒന്നുകൂടി വിശദമാക്കാം. ഉദാഹരണത്തിന് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ എന്തെങ്കിലും ഒന്ന് നടന്നു പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഒന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തോ വീഴുകയോ അങ്ങനെ എന്തെങ്കിലും പരിക്കുണ്ടായാൽ, സാധാരണ ഇപ്പോൾ ഒന്ന് വീണു നമ്മുടെ കൈ ഒന്ന് ഉളുക്കി അല്ലെങ്കിൽ കൈക്ക് വേദനയുണ്ട്, നമ്മൾ നേരെ നമ്മുടെ നാട്ടുപ്രദേശത്ത് കേരളത്തിലെ അവസ്ഥ നമുക്കറിയാം. മിക്ക സ്ഥലങ്ങളിലും കൈ ഒഴിയുന്ന ആളുകളുണ്ട്, തിരുമി കെട്ടുന്ന ആളുകളുണ്ട്, മരുന്ന് വെച്ച് കെട്ടുന്ന അങ്ങനെയൊക്കെയുള്ള കുറേ പരിപാടികളുണ്ട്. അപ്പം നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റിലോട്ട് പോകാതെ ഫസ്റ്റ് ഒരു ഹോസ്പിറ്റലിൽ പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം നമുക്കവിടെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഡോക്ടറുടെ ഒരു പ്രിസ്ക്രിപ്ഷൻ നമുക്കവിടെ കിട്ടും. അതിൽ ഇന്ന ആൾ വീണതാണ്, ഇന്ന കൈക്ക് ഇന്ന ഒരു വേദനയുണ്ട്, അല്ലെങ്കിൽ ഉളുക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സ്ക്രാച്ച് ഉണ്ട് എന്നൊക്കെ നമുക്ക് ഡോക്ടർ റിപ്പോർട്ടിൽ ഉണ്ടാകും. അതിൻ്റെ ഡേറ്റ് ഉണ്ടാകാം, ടൈം ഉണ്ടാകാം, അവിടെ കൊടുത്ത മരുന്നിൻ്റെ ഒരു പ്രിസ്ക്രിപ്ഷനും ഉണ്ടാകാം. ഇനി ഇത് നിർബന്ധമായിട്ട് ഇത് മേടിക്കണം. കാരണം നാളെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ, കോംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഈ ഫസ്റ്റ് ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഉണ്ടായതിൻ്റെ ഒരു റിപ്പോർട്ട് നിർബന്ധമായും ഇൻഷുറൻസ് കമ്പനി ചോദിച്ചിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഹോസ്പിറ്റലല്ല, നമ്മൾ അടുത്തുള്ള ഒരു ചേട്ടൻ്റെ അടുത്ത് പോയി തിരുമ്മി കെട്ടിക്കുക ചെയ്തെങ്കിൽ അതിന് നമുക്ക് റെക്കോർഡ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ക്ലെയിമിനെ ബാധിച്ചേക്കാം, ഡിലേ വരാം അല്ലെങ്കിൽ റിജക്ഷൻ വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ ഫസ്റ്റത്തെ ട്രീറ്റ്മെൻറ്റ് എപ്പോഴും ഒരു ഹോസ്പിറ്റലിൽ പോയി കൃത്യമായിട്ട് ഒരു ഡോക്ടറുടെ അടുത്ത് നിന്ന് തന്നെ പ്രിസ്ക്രിപ്ഷൻ എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് തോന്നുകയാണ് ഇതിന് കുറച്ചും കൂടി ബെറ്റർ നമ്മുടെ അവിടെ ഒഴിയുന്ന ആളാണ് അല്ലെങ്കിൽ കെട്ടുന്ന ആളാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോകാം, പ്രശ്നമില്ല. പക്ഷേ ആദ്യത്തെ ഒരു റിപ്പോർട്ട് എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതാണ്. ഇനി ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുത്തു, അതിനുശേഷം അത് കൂടുതൽ കോംപ്ലിക്കേഷനിലോട്ട് പോയി നമ്മൾക്ക് വേദന മാറുന്നില്ല, ഇങ്ങനൊരു സാഹചര്യം വന്നു, സ്വാഭാവികമായിട്ട് നമ്മൾ വീണ്ടും ചെല്ലും. അല്ലെങ്കിൽ ഒരു ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ പറയും എക്സ്റേ എടുക്കണം, അത് കഴിഞ്ഞാൽ വേറെ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തേക്കാം, അല്ലെങ്കിൽ ഒരു സർജറി വേണ്ടി വന്നേക്കാം. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഏത് സാഹചര്യത്തിലാണോ നമ്മൾ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുത്ത ആ റെക്കോർഡുകളെല്ലാം നമ്മൾ കയ്യിൽ വയ്ക്കണം. അവിടെ മുതലുള്ള റെക്കോർഡ് കമ്പനി ചോദിക്കും.
നമ്മൾ ഏറ്റവും ആദ്യം ഒരു ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ഒരു ക്ലെയിം പ്രൊസീജിയറുമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ഒരു കമ്പനി നമ്മുടെ സാമ്പത്തിക അവസ്ഥയോ നമ്മുടെ മാനസികാവസ്ഥയോ നമ്മുടെ ആ ഒരു ദയനീയാവസ്ഥയോ ഇതൊന്നും നോക്കിയിട്ടല്ല ക്ലെയിം തരിക. കമ്പനിക്ക് അതിൻ്റെതായ ഒരു പ്രോസസ്സുണ്ട്, അത് ഏത് ഇൻഷുറൻസ് കമ്പനി ആണെങ്കിലും. അപ്പോൾ അവിടെ കൃത്യമായ ഡോക്യുമെൻസിനാണ് പ്രാധാന്യം. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സ് നമ്മൾ കീപ്പ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇനി ഏതൊക്കെ സാഹചര്യം വന്നു, ഒരിക്കൽ എൻ്റെ ഒരു കസ്റ്റമർ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ കൈ അദ്ദേഹം ഇതുപോലെ കുട്ടി വീണായിട്ട് കൊണ്ടുപോയതാണ്, അപ്പോൾ കൈ കെട്ടി വെച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കമ്പനി ഫസ്റ്റത്തെ ഡോക്യുമെൻ്റ് ചോദിച്ചു, ഇതെപ്പോൾ സംഭവിച്ചാണ് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചതാണ്, ആരെങ്കിലും ഇങ്ങനെ കുട്ടികളുടെ കൈ കെട്ടി വെച്ചിട്ട് വെറുതെ ആണെന്ന് പറഞ്ഞ് പോവുമോ? കമ്പനിക്ക് എന്താ ബോധമില്ലേ? കമ്പനിക്ക് ബോധത്തിലല്ല കമ്പനി വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സെൻസ് ഉപയോഗിച്ചിട്ട് അങ്ങനെ ഒരു സിസ്റ്റം അല്ലല്ലോ കമ്പനിക്കുള്ളത്. അവിടെ ഡോക്യുമെൻറ്റ്സിനാണ് പ്രാധാന്യം. അപ്പം നിങ്ങൾ വീണതാണ്, ഓക്കെ, വീണതിന് ക്ലെയിം കിട്ടും. പക്ഷെ നിങ്ങളത് എപ്പോൾ വീണു, എവിടെയാണ് നിങ്ങൾ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുത്തത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കമ്പനി സ്വാഭാവികമായിട്ടും ചോദിക്കും. അപ്പം നമ്മളത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളിതിനെ ചെയ്യാൻ. അല്ലാതെ അവൻ പാവപ്പെട്ടവനാണ്, അവൻ്റെ അവൻ കൂലിപ്പണിക്കാരനാണ്, കമ്പനി എന്താ ഇങ്ങനെ ചെയ്യുന്നത്, അങ്ങനെയുള്ള ഒരു ചോദ്യങ്ങൾക്കും അവിടെ പ്രസക്തിയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ടും ഏതൊരു ട്രീറ്റ്മെൻറ്റും എടുക്കുന്ന സമയത്ത് കൃത്യമായ, അല്ലെങ്കിൽ ഏതൊരു മെഡിക്കൽ കണ്ടീഷനിലും കൃത്യമായ പേപ്പേഴ്സ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കുക, അത് കൃത്യമായി ഫോളോ ചെയ്യുക. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾക്ക് വ്യക്തതയില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ കൺഫേം അല്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ ഡോക്ടറോടോ അല്ലെങ്കിൽ ഇൻഷുറൻസിൻ്റെ ഏതെങ്കിലും ഒരു റെപ്രസെൻറ്റേറ്റീവ് നിങ്ങളെ സമീപിക്കുകയാണെങ്കിൽ അവരോടോ പറയാൻ പാടില്ല. ഉദാഹരണത്തിന്, ഇപ്പോൾ ഒരാൾ പോളിസി എടുത്തു, 1 വർഷത്തിന് ശേഷം ഒരു നടുവേദനയുമായിട്ട് ഹോസ്പിറ്റലിൽ പോയി. പോളിസി എടുക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള നടുവേദനയോ പ്രശ്നങ്ങളോ ഒന്നുമില്ല, പോളിസിയിൽ പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇദ്ദേഹം ഹോസ്പിറ്റലിൽ പോകുന്നത്. സ്വാഭാവികമായിട്ടും ഡോക്ടർ ചോദിച്ചു, നിങ്ങൾക്ക് എത്ര കാലമായി ഈ വേദന തുടങ്ങിയിട്ട്? അദ്ദേഹം അവിടെ നിന്ന് പറയുകയാണ്. അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് എന്താണ്, നമ്മുടെ രോഗം കൃത്യമായും അതിൻ്റെ തീവ്രത ഡോക്ടർക്ക് മനസ്സിലാവണം, ഡോക്ടർ നല്ല രീതിക്ക് മരുന്ന് തരണം, നമ്മുടെ അസുഖം മാറണം, ഇതാണ് നമ്മുടെ ചിന്ത. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പറയുകയാണ്, ഇതൊരു 2-3 വർഷമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പോളിസി എടുക്കുന്നതിന് മുമ്പേ ഈ അസുഖം ഉണ്ട് എന്നാണ്. അങ്ങനെ വന്നാൽ ക്ലെയിം കിട്ടാൻ ബുദ്ധിമുട്ട് വരും. ഒരു 95% അവർ ക്ലെയിം റിജക്റ്റ് ചെയ്യും. അപ്പം നമ്മളവിടെ എന്താണോ പറയുന്നത് അപ്പോൾ അത് വ്യക്തമായിരിക്കണം. അത് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ പറയരുത്. നമ്മൾക്ക് 3 വർഷം മുന്നേ ഉണ്ട് എന്നത് സത്യമാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ പോളിസി എടുക്കുന്ന സമയത്ത് കാര്യങ്ങൾ മറച്ചു വെച്ചു എന്നാണ്. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. ഒന്നെങ്കിൽ ഉണ്ടെങ്കിൽ അത് തുടക്കത്തിൽ പറഞ്ഞിട്ടെടുക്കുക. അതല്ല, ഇല്ലാത്തതായാലും നമ്മളൊരു ബൂസ്റ്റപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞാണെങ്കിൽ അങ്ങനെ പറയരുത്. കാരണം നമുക്ക് ക്ലെയിം കിട്ടത്തില്ല. അപ്പം നമ്മൾ ആലോചിക്കണം, നമുക്ക് എപ്പോഴാണ് കറക്റ്റ്, അതായത് കൃത്യമായ ഡേറ്റ് വേണം, അല്ലെങ്കിൽ കൃത്യമായ ഒരു ടൈമേ പറയാവുള്ളൂ. അപ്പോൾ നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ട് നമ്മൾ പോളിസി എടുക്കുന്ന സമയത്ത് നമുക്കില്ല എന്നുണ്ടെങ്കിൽ അതിനിപ്പുറത്തുള്ള ഒരു ഡേറ്റേ പറയുള്ളൂ. കാരണം നടുവേദനയ്ക്ക് ആകുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ എന്നാ തുടങ്ങിയ കറക്റ്റ് ഒരു ദിവസം കൊണ്ടായിരിക്കില്ല, കുറേശ്ശെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഹോസ്പിറ്റലൈസ്ഡ് ആയി, ഇപ്പോൾ പ്രായമായ ഏതെങ്കിലും ഒരു അമ്മയോ അച്ഛനോ ആയിരിക്കാം കൂട്ടത്തിൽ നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ഇൻഷുറൻസിൻ്റെ ഏതെങ്കിലും ഒരു വ്യക്തി വരികയും അവർ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ചില കമ്പനികൾ ബൈസ്റ്റാൻഡറുടെ നമ്പർ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ബൈസ്റ്റാൻഡറെ വിളിച്ചിട്ടാണ് കാര്യങ്ങൾ അന്വേഷിക്കുക. അങ്ങനെ അന്വേഷിക്കുന്ന സമയത്ത് ഇവർക്ക് ഇന്ന BP ഉണ്ടായിരുന്നോ, ഷുഗർ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ എന്താ പ്രശ്നം, എന്നാ തുടങ്ങി ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ അവർ നമ്മൾ കൃത്യമായും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരിക്കണം. നമുക്ക് BP ഉണ്ടായിരുന്നോ, ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാകുന്നു പറയാവുള്ളൂ. അതുപോലെ തന്നെ എന്നാ ഉണ്ടായിരുന്നു, ഇത്തരം കാര്യങ്ങൾ അവരെ കൃത്യമായും പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരിക്കണം. അവിടെ നിങ്ങൾ കൊടുക്കുന്ന മിസ്ഇൻഫർമേഷൻ, തെറ്റായ എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം അവിടെ നോട്ട് ചെയ്യപ്പെടും. അതിനനുസരിച്ചിട്ടായിരിക്കും പിന്നീട് ക്ലെയിം പ്രൊസീജിയർ പോവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കിട്ടേണ്ട പല ക്ലെയിമുകളും അങ്ങനെ റിജക്ഷൻ വരാൻ സാധ്യതയുണ്ട്. നമ്മുടേതായ ചെറിയ തെറ്റുകൾ കൊണ്ട് ഇങ്ങനെ സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ പറയാവുള്ളൂ. അതുപോലെ മറ്റൊരു കേസാണ്, ഇപ്പോൾ ഉണ്ടായ സംഭവമാണ്. ഒരു കസ്റ്റമർ ഹോസ്പിറ്റലൈസ്ഡ് ആയി, ഇതുപോലെ പാരൻസിൻ്റെ അടുത്ത് വന്ന് നിങ്ങൾ എന്നാണ് ഇതിന് ഫസ്റ്റ് എന്നാണ് ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുത്തതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല, ഏതോ ഒരു ദിവസം. അപ്പോൾ ഇൻഷുറൻസിൻ്റെ ആൾ പറഞ്ഞു, എന്നത് എൻ്റെ അടുത്തൊരു കസ്റ്റമർ പറഞ്ഞ കാര്യമാണ്. അവർ പറയുന്നത്, ഹോസ്പിറ്റലുകാർ പറഞ്ഞു, നിങ്ങൾ അത് കുഴപ്പമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഡേറ്റ് വെച്ച് പറഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെ ഇവരൊരു ലെറ്റർ എഴുതി അതിലൊരു ഡേറ്റ് എഴുതി കൊടുത്തു, കമ്പനിക്ക് സബ്മിറ്റ് ചെയ്ത്, ഇന്ന ദിവസമാണ് ഫസ്റ്റ് ആയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിച്ച് എന്നെല്ലാം പറഞ്ഞ് കമ്പനിക്ക് കൊടുത്തു. കമ്പനി സ്വാഭാവികമായിട്ടും ചോദിച്ചു, അന്നത്തെ ഡേറ്റിൽ, അതായത് ഫസ്റ്റ് നിങ്ങൾ പോയ ആ ഡേറ്റിൽ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനാണ് കമ്പനി ചോദിച്ചത്. ഇവരറിയാത്ത ഒരു ഡേറ്റ് ഊഹത്തിൻ്റെ പേരിൽ പറഞ്ഞതുകൊണ്ട് അവരുടെ അടുത്ത് ആ ഡേറ്റിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ ഒരു ചീട്ട് അവരുടെ അടുത്ത് കൊടുക്കാൻ സാധിച്ചില്ല.
അതിൻ്റെ പിന്നാലെ പിന്നെ ഒരുപാട് നടക്കേണ്ടി വരികയാണ്. അപ്പം നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ വെറുതെ പോയിട്ട് നിങ്ങൾ എന്നാ ഫസ്റ്റ് ട്രീറ്റ് ചെയ്ത് ഞാൻ കഴിഞ്ഞ മാസം ചെയ്തു അല്ലെങ്കിൽ കറക്റ്റ് ഒരു ഡേറ്റ് നമുക്ക് അറിയത്തില്ലെങ്കിൽ അറിയില്ല എന്ന് മാത്രമേ പറയാവുള്ളൂ. അത് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്തതിന് മാത്രമേ നമ്മൾ അവരോട് ഈ ഡേറ്റോ കാര്യങ്ങളോ പറയാൻ പാടുള്ളൂ. കാരണം നമ്മൾ എന്ത് പറഞ്ഞാലും അതിൻ്റെ ഡോക്യുമെൻ്റ് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ അത് നമുക്കില്ല എന്നുണ്ടെങ്കിൽ അത് അവരോട് പറയരുത്, നാളെ അത് പ്രശ്നം വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ഒന്ന് ഓർത്ത് വയ്ക്കുക. കൂടാതെ ഒരു കാര്യം കൂടി പ്രത്യേകം ഓർത്ത് വയ്ക്കുക, ഒരു ഡോക്ടറെ കാണാൻ നമ്മൾ പോകുമ്പോൾ നമ്മൾ അവരോട് പറയുന്ന ഓരോ കാര്യവും ഡോക്ടറോട് നോട്ട് ചെയ്യും. അതെല്ലാം ഡോക്യുമെൻ്റ് ആകും. അതെല്ലാം നിങ്ങളുടെ ക്ലെയിമിനെ ബാധിക്കും. അപ്പം നമ്മൾ പറയുന്നതിൽ ഞാൻ നേരത്തെ പറഞ്ഞതെല്ലാം ഇത് തന്നെയാണ്. ഒന്നുകൂടി പറയുകയാണ്, നമ്മൾ എന്ത് പറയുന്നതും കൃത്യമായിരിക്കണം. തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കരുത്. തുടക്കം മുതലേ നമ്മൾ പോളിസി എടുക്കും മുതലേ കൃത്യമായ ഇൻഫർമേഷൻ കൊടുത്താണ് പോകുന്നതെങ്കിൽ ഇതെല്ലാം വളരെ സ്മൂത്തായിരിക്കും. അപ്പം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാലും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഇത് കൃത്യമായ വിവരങ്ങൾ, അതായത് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തും പോളിസി എടുക്കുകയും അതിന് ശേഷവും കൃത്യമായ വിവരങ്ങൾ കൊടുത്തും വേണം നമ്മൾ ഇതിൻ്റെ ഒരു പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇതുകൂടാതെ നമ്മളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, അതൊരു നെറ്റ്വർക്ക് ഹോസ്പിറ്റലാണെങ്കിൽ ഹോസ്പിറ്റലാണ് കമ്പനീനെ അറിയിക്കാനുള്ള ഉത്തരവാദിത്തം. സാധാരണ നിലയ്ക്ക് ഒട്ടുമിക്ക കമ്പനികളും പറയുന്നത് 24 മണിക്കൂറിനുള്ളിൽ കമ്പനി അറിയിച്ചിരിക്കണം എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിതൊന്ന് ഫോളോ അപ്പ് ചെയ്യണം. കമ്പനി ഇത് കൊടുക്കുന്നുണ്ടോ? ഒട്ടുമിക്ക കമ്പനികളും കസ്റ്റമറുടെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇൻറ്റിമേഷൻ, അതായത് ക്ലെയിം ഇൻറ്റിമേഷൻ, ഇങ്ങനെ ഒരു രോഗി ഇവിടെ അഡ്മിറ്റ് ആയിടുന്ന ഇൻഫർമേഷൻ കിട്ടിയാൽ ഉടനെ അത് കസ്റ്റമറെ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ മെസ്സേജ് വഴിയോ അറിയിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അറിയിപ്പ് വന്നോ എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യണം. നമ്മൾക്ക് ഇനിയൊരു അറിയിപ്പ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ചോദിക്കണം, എന്തുകൊണ്ടാണ് നിങ്ങൾ കൊടുത്തിട്ടില്ലേ, ഞങ്ങൾക്ക് ഇതുവരെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല എന്ന് പറയുകയും അതിൻ്റെ ഒരു ഫോളോ അപ്പ് നിങ്ങൾ ചെയ്യുകയും വേണം. ഇനി നമ്മളൊരു കസ്റ്റമർക്ക് ഒരു ഹോസ്പിറ്റലുകാർ ഒരു ഇൻറ്റിമേഷൻ കമ്പനിക്ക് കൊടുത്തു. കമ്പനി സ്വാഭാവികമായിട്ട് അതിന് ഫസ്റ്റത്തെ ഒരു റിപ്ലൈ വരും. ഒന്നെങ്കിൽ അപ്രൂവ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ റിജക്റ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ അവർ പറയുക ഞങ്ങൾക്ക് ഇന്ന ഡോക്യുമെൻ്റ് ആവശ്യമുണ്ട്, അതും കൂടി തരാനായിരിക്കും. അപ്പോൾ ഇത് നമുക്കും കസ്റ്റമർക്കും സാധാരണ അല്ലെങ്കിൽ കിട്ടുന്നുണ്ട്. ഇപ്പം ഒട്ടുമിക്ക കമ്പനികളും കൊടുക്കുന്നുണ്ടെന്നാണ് എനിക്കറിയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഇൻഫർമേഷൻ നമ്മളും കൂടി ഒന്ന് വായിച്ചു നോക്കണം. ഈ പറയുന്ന ഡോക്യുമെൻ്റ് അവർ കമ്പനി കൊടുക്കുന്നുണ്ടോ, അത് നമ്മുടെ ഭാഗത്ത് നിന്ന് കൊടുക്കാനുള്ളതാണെങ്കിൽ നമ്മളത് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും കമ്പനി ക്ലെയിം പാസ്സാക്കുക. അപ്പോൾ അത് നമ്മളൊന്ന് ഫോളോ അപ്പ് ചെയ്യണം. നിങ്ങളുടെ ഏജൻറ്റിനെ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് അഡ്മിറ്റ് ആകുമ്പോൾ ഫസ്റ്റ് അദ്ദേഹത്തെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത് ഓൺലൈനായിട്ട് അത് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും അസിസ്റ്റൻസ് ആവശ്യമുണ്ടെങ്കിൽ പുള്ളിക്ക് അതിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരെ അറിയിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ ഒരു എല്ലാ ഡോക്യുമെൻറ്റേഷനും നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റായിട്ട് നമുക്ക് ക്ലെയിം കിട്ടും. എലിജിബിലിറ്റി ഉള്ള ക്ലെയിം ആണെങ്കിൽ നമുക്ക് കൃത്യമായും കിട്ടും. ഞങ്ങളെ സമീപിക്കുന്ന കസ്റ്റമേഴ്സിന് അവരുടെ പ്രായം അല്ലെങ്കിൽ അവരുടെ ആവശ്യകത, അവരുടെ പ്രായത്തിനും അതുപോലെ തന്നെ നിലവിലെ ഹെൽത്ത് കണ്ടീഷനും എല്ലാം ഉചിതമായ രീതിയിലുള്ള പ്ലാനുകളാണ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യാറ്. അതുപോലെ ഒരു ക്ലെയിം വരുന്ന സാഹചര്യത്തിലും അല്ലെങ്കിൽ പോളിസി എടുത്തതിന് ശേഷവും കൃത്യമായ ഒരു ഫോളോ അപ്പും ഒരു അപ്ഡേറ്റ്സും നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻഷുറൻസ് എടുക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങളുടെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്തുനിന്ന് പോളിസി എടുക്കുന്ന വ്യക്തികൾക്ക് പിന്നീടുണ്ടാകുന്ന ഇത്തരത്തിലുള്ള ക്ലെയിമുകളിലും അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യത്തിലുണ്ടാകുന്ന എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങൾ കൃത്യമായ ഗൈഡൻസും അസിസ്റ്റൻസും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പം നിലവിൽ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള സർവീസ് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.